ട്രെയിനുകൾ സമയത്തോടാൻ, ആയിരക്കണക്കിന് ജീവനുകൾ സുരക്ഷിതമായി ലക്ഷ്യത്തിലെത്താൻ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ലോക്കോ പൈലറ്റുകൾ. എന്നാൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്നും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. DA 50% കടന്നപ്പോൾ മറ്റു ജീവനക്കാർക്ക് 25% വർധന സ്വയം ലഭിച്ചു. പക്ഷേ ലോക്കോ പൈലറ്റുകൾക്ക് നിഷേധം, വൈകിപ്പിക്കൽ, അവഗണന. 6ാം ശമ്പള കമ്മീഷന് ശേഷമാണ് റെയിൽവേ ബോർഡ് അംഗീകാര ഫെഡറേഷനുകളുടെ സമ്മതത്തോടെ ഈ പ്രശ്നത്തിന് തുടക്കമിടുന്നത്. KMA കണക്കാക്കുന്നതിന് മീൻ പേ എടുക്കേണ്ടതിന് പകരം മിനിമം പേ ആണ് ഉപയോഗിച്ചത്. ഈ തെറ്റ് 7ാം ശമ്പള കമ്മീഷൻ കഴിഞ്ഞിട്ടും തുടരുന്നു. മീൻ പേ എടുത്തിരുന്നെങ്കിൽ 2018-ൽ KMA 756 രൂപയാകുമായിരുന്നു. മീൻ പേ എടുത്തിരുന്നെങ്കിൽ 2024-ൽ KMA 839 രൂപയുമാകുമായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം 525 രൂപ മാത്രം. ഈ അനീതിക്കെതിരെ ലോക്കോ പൈലറ്റുമാരുടെ പൊരുതുന്ന സംഘടനയായ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ മുന്നോട്ട് വന്നു. ഈ പോരാട്ടമില്ലായിരുന്നുവെങ്കിൽ പലർക്കും അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് പോലും അറിയുമായിരുന്നില്ല. 12 ജൂൺ 2024 റെയിൽവേ ബോർഡിന് ആദ്യ റെപ്രസെന്റേഷൻ നൽകി. 18 ഓഗസ്റ്റ് വീണ്ടും. 3 സെപ്റ്റംബർ ലോബി പ്രതിഷേധങ്ങൾ. 24 സെപ്റ്റംബർ DRM ഓഫീസുകൾക്ക് മുന്നിൽ സമരം. 18 ഒക്ടോബർ GM ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം. 28 നവംബർ രാജ്യവ്യാപക ഇമെയിൽ ക്യാമ്പയിൻ. 2 ഡിസംബർ റെയിൽവേ ബോർഡ് തീരുമാനത്തിനെതിരെ പ്രതിഷേധം. 2025-ൽ സമരം ശക്തമായി. 36 മണിക്കൂർ നിരാഹാര സമരം. പ്രധാനമന്ത്രിക്ക് കത്ത്. ജന്തർ മന്ദറിൽ വൻ പ്രതിഷേധം. ഇന്ത്യൻ റെയിൽവേയിലുടനീളം ഒരേ ഒരു ശബ്ദം: നീതി വേണം. 27 മാസമായി മറ്റു ജീവനക്കാർക്ക് ലഭിച്ച ആനുകൂല്യം ലോക്കോ പൈലറ്റുകൾക്ക് നിഷേധിച്ചു. TA വർദ്ധിച്ചു. മറ്റ് അലവൻസുകൾ പരിഷ്കരിച്ചു. പക്ഷേ KMA മാത്രം ഇന്നും മാറ്റമില്ലാതെ. ഇതൊരു പിഴവല്ല, ഇതൊരു നയം. മീൻ പേ ഉപയോഗിക്കേണ്ടിടത്ത് മിനിമം പേ ഉപയോഗിച്ചു. RAC 1980 ഫോർമുല ദുർബലമാക്കി. ഇത് വ്യക്തമായ അനീതി. ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ നിരവധി സമരസമ്മർദ്ദത്തിന് ശേഷം റെയിൽവേ ബോർഡ് അനുവദിച്ചത് വെറും 14% വർധന മാത്രം. അതിന് അംഗീകാര ഫെഡറേഷനുകളുടെ മൗനസമ്മതം. ഇത് നീതിയല്ല, ഇത് ഒത്തുതീർപ്പ് മാത്രം. ഓരോ കിലോമീറ്ററിലും 2.5 രൂപ നഷ്ടപ്പെടുന്നവർ. 100 കിലോമീറ്ററിന് 250 രൂപയോളം നഷ്ടം. നമ്മളാണ് ട്രെയിനുകൾ ഓടിക്കുന്നത്. രാത്രികളും ക്ഷീണവും ബാധ്യതയും. എന്നാൽ നീതി ഇന്നും ദൂരെയാണ്. ഈ സമരത്തിൽ ഇന്ത്യൻ റെയിൽവേയിലുടനീളം നിന്ന ഐക്യം ശക്തിയായി മാറി. ഓരോ ലോക്കോ പൈലറ്റിനും ഒരു ശബ്ദം, ഒരു ലക്ഷ്യം. ഇത് അവസാനമല്ല, ഇത് തുടക്കമാണ്. മാർച്ച് 27, 2026 ഡൽഹി ജന്തർ മന്ദർ. വൻ ധർണ, പ്രതിഷേധം. ഒരിക്കലും പിന്മാറരുത്, നിരാശരാകരുത്. തുരങ്കത്തിന്റെ അറ്റത്ത് വെളിച്ചം കാണാം. ലോക്കോ പൈലറ്റുകൾക്ക് നീതി വേണം, ഇപ്പോൾ തന്നെ വേണം. നമ്മുടെ ആവശ്യങ്ങൾ: KMAയിൽ 25% വർധന, TA വരുമാന നികുതി ഒഴിവാക്കൽ, ആഴ്ചവാര വിശ്രമം, 2 രാത്രികളുടെ വിശ്രമം. സഹപ്രവർത്തകരെ, ഐക്യത്തോടെ നിൽക്കൂ. നമ്മുടെ ഭാവിക്കായി സമരം തുടരൂ.